ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ ലിസ്റ്റിനെ കുറിച്ചും ടപ്പിളിനെ കുറിച്ചുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീക്വൻസ് ടൈപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സീക്വൻസ് ടൈപ്പ്. അതിൻ്റെ സബ്ബായിട്ട് 3 ഐറ്റംസ് വന്നിരുന്നു. ഒന്ന് സ്ട്രിങ്, പിന്നെ ഒന്ന് ലിസ്റ്റ്, പിന്നെ ഒന്ന് ടപ്പിൾ. അപ്പോൾ നമ്മൾ സ്ട്രിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ലിസ്റ്റും ടപ്പിളും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ അരേസ് യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെയാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ ലിസ്റ്റിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അരേൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്, സെയിം ടൈപ്പിലുള്ള ഡാറ്റയാണ് അരക്കകത്ത് യൂസ് ചെയ്തിരുന്നത് എങ്കിൽ ലിസ്റ്റിൻ്റെ കേസ് വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റകൾ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ഐറ്റംസും ഐസൊലേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് എൻക്ലോസ് ചെയ്യുന്നത് സ്ക്വയർ സെക്ഷൻസ് അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ലിസ്റ്റിൻ്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ കോമ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്, സ്ലൈസ് ഓപ്പറേറ്ററായിട്ടൊക്കെ കോളം ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ട്രിങ്, അതായത് സീക്വൻസ് ടൈപ്പിലൊക്കെ പറഞ്ഞ പോലത്തെ കൺകാറ്റിനേഷൻ ഓപ്പറേറ്ററും റിപ്പീറ്റേഷൻ ഓപ്പറേറ്ററും ഒക്കെ ഇതിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെ ഡാറ്റ ഉള്ളത്, 1 ഉണ്ട്, ഹൈ ഉണ്ട്, പൈതൺ ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് ടൈപ്പും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിൻ്റെ ടൈപ്പാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പ്രിൻ്റ് ടൈപ്പ് ലിസ്റ്റ് 1. അപ്പോൾ ലിസ്റ്റിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ക്ലാസ് ലിസ്റ്റ് എന്നൊക്കെ ആയിരിക്കും. പിന്നെ വരുന്നത് ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യാനാണ്, പ്രിൻ്റ് ലിസ്റ്റ് 1. പിന്നെ ലിസ്റ്റ് സ്ലൈസ് ചെയ്യാനുണ്ട്, അതായത് ലിസ്റ്റ് 1 3 : പിന്നെ ലിസ്റ്റ് സ്ലൈസിങ് വേറെ രീതിയിലുണ്ട്, ലിസ്റ്റ് 1 0 : 2. പിന്നെ ലിസ്റ്റ് കൺകാറ്റിനേഷൻ ഉണ്ട്, പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കണ്ട് പ്രിൻ്റ് ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 1. പിന്നെ ലിസ്റ്റ് റിപ്പീറ്റേഷൻ ഓപ്പറേറ്റർ ഉണ്ട്, സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ലിസ്റ്റ് 1 *3 എന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വരുന്ന നോക്കാം. ആദ്യം തന്നെ ടൈപ്പ്, ടൈപ്പിൻ്റെ ഇതിലില്ല കേട്ടോ, അപ്പോൾ ബൈ മിസ്റ്റേക്ക് ആവും. അപ്പോൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏതാണിത് ടൈപ്പ്, ഇത് ലിസ്റ്റ് ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് അത് പ്രിൻ്റ് ചെയ്യാനാണ് 1 ഹൈ പൈതൺ 2 എന്നൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ്, സ്ലൈസിങ് ആണ്, പ്രിൻ്റ് ലിസ്റ്റ് ഓഫ് 3 ഏതാണ്, 0 പറഞ്ഞാൽ 1 ഫസ്റ്റ് ലൊക്കേഷനിൽ ഹൈ, സെക്കൻഡ് ലൊക്കേഷനിൽ പൈതൺ, തേർഡ് ലൊക്കേഷനിലാണ് 2 ഉള്ളത്. അപ്പോൾ അവിടെ ആൻസർ നമുക്ക് 2 ആണ് കിട്ടുക. നിങ്ങൾക്ക് കാണാം ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ്, ലിസ്റ്റ് സ്ലൈസിങ് പ്രിൻ്റ് 0 2 ആണ്. 0 2 പറയുമ്പോൾ ഏതാണ് വന്നിട്ടുള്ളത്, 0 മുതൽ, അതായത് 0യും 1ഉം വന്നിട്ടുണ്ട്, 2 വന്നിട്ടില്ല കേട്ടോ, കാരണം ലാസ്റ്റ് കൊടുത്ത നമ്മൾ എക്സ്ക്ലൂഡഡ് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ 1ഉം വന്നിട്ടുണ്ട്, ഹൈയും വന്നിട്ടുണ്ട്. പിന്നെ കൺകാറ്റിനേഷനാണ്, ലിസ്റ്റ് 1 പ്ലസ് ലിസ്റ്റ് 1 അങ്ങനെയാണ് വരുന്നിട്ടുള്ളത്. 1 ഹൈ പൈതൺ 2 1 ഹൈ പൈതൺ 2 റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, കാരണം സെയിം വാല്യൂസ് തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. ജസ്റ്റ് രണ്ടും കൺകാറ്റിനേറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് റിസൾട്ട് വരിക. പിന്നെ ലിസ്റ്റ് 1 *3 ആണ് വന്നുള്ളത്, 3 വട്ടം റിപ്പീറ്റ് ചെയ്യണം. 1 ഹൈ പൈതൺ 2 1 ഹൈ പൈതൺ 2 1 ഹൈ പൈതൺ 2 അങ്ങനെയാണ് വരിക. അപ്പോൾ എന്തൊക്കെയാണ് വന്നത്, ആദ്യം പ്രിൻ്റ് ചെയ്യാനുള്ള വന്നു, ജസ്റ്റ് അതുപോലെ പ്രിൻ്റ് ചെയ്തു. പിന്നെ സ്ലൈസ് ചെയ്യാനായിരുന്നു, ഒന്ന് ലിസ്റ്റ് 3 എന്ന് പറഞ്ഞു, അപ്പോൾ മൂന്നാമത്തത് സ്ലൈസ് ചെയ്ത് ഇവിടെ പ്രിൻ്റ് ചെയ്തു. പിന്നെ 1ഉം ഹൈയും പ്രിൻ്റ് ചെയ്തു. അവിടെ എന്താ വന്നത്, 1ഉം ഹൈ എങ്ങനെ വന്നത്, 0 to 2 ആണ് വന്നത്. അപ്പോൾ അവിടെ 0ാമത്തെ ഐറ്റവും ഫസ്റ്റ് ഐറ്റവും പ്രിൻ്റ് ചെയ്തു. പിന്നെ കൺകാറ്റിനേഷനാണ്, 2 കമ്പൈൻ ചെയ്തിട്ട് കൊടുത്തു. പിന്നെ റിപ്പീറ്റേഷനാണ്. ഇനി അടുത്ത ഐറ്റം നമുക്ക് സീക്വൻസ് ടൈപ്പിൽ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ടപ്പിളാണ്. ടപ്പിൾ എന്ന് പറയുന്നതും പല വേസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് പോലെയുള്ള ഒന്ന് തന്നെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. ലിസ്റ്റ് പോലെ തന്നെ ഇതിനകത്തും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റയുടെ കളക്ഷനാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്.
പിന്നെ പാരന്തറ്റിക്കൽ സ്പേസ് വെച്ചിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു മാറ്റമുള്ളത്. മറ്റടുത്ത് സ്ക്വയർ ബ്രേസസ് ആണ് കൊടുത്തിരുന്നത്, ഇവിടെ പാരന്തറ്റിക്കൽ സ്പേസ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് റീഡ് ഓൺലി ഡാറ്റയാണ്. നമുക്കൊരു വട്ടം ടപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അൾട്ടർ ചെയ്യാനോ വാല്യൂ ആഡ് ചെയ്യാനോ സൈസ് മാറ്റാനോ ഒന്നും പറ്റില്ല. അതാണ് പിന്നെ ടപ്പിളിൻ്റെ ഒരു ഡിഫറൻസ്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ് ടപ്പ് ഈക്വൽ ടു ഹൈ പൈതൺ കോമ 2 അങ്ങനെ വാല്യൂസ് കൊടുത്തു. പിന്നെ നമ്മൾ ടപ്പിളിൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യാണ്, പ്രിൻ്റ് ടൈപ്പ് ടപ്പ്. പിന്നെ ടപ്പിളിൻ്റെ വാല്യൂസ് പ്രിൻ്റ് ചെയ്യാണ്, പ്രിൻ്റ് ടപ്പ്. പിന്നെ ടപ്പിൾ സ്ലൈസ് ചെയ്യാണ്, പ്രിൻ്റ് ടപ്പ് 1, പ്രിൻ്റ് ടപ്പ് 0:1 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺകാറ്റിനേഷനാണ് ടപ്പിൾ യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ, പ്രിൻ്റ് ടപ്പ് പ്ലസ് ടപ്പ്. പിന്നെ ടപ്പിൾ റിപ്പീറ്റേഷൻ യൂസിങ് സ്റ്റാർ ഓപ്പറേറ്റർ, അത് പ്രിൻ്റ് ടപ്പ് *3. പിന്നെ ആഡിങ് വാല്യൂസ് ടു ദ ടപ്പ്, അത് എന്തായാലും എറർ ത്രോ ചെയ്യാവുന്ന കേസാണ്. T(2) = ഹൈ, കാരണം നമ്മൾ പറഞ്ഞാണ് ആൾട്ടറേഷനോ മോഡിഫിക്കേഷനോ ഒന്നും വരുത്താൻ പറ്റില്ല, അത് റീഡ് ഓൺലി ഡാറ്റയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടൈപ്പാണ്, ടപ്പിളിൻ്റെ ടൈപ്പാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്നാണ് ടൈപ്പ്? ക്ലാസ് ടപ്പിൾ. ഇതൊരു ടപ്പിൾ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ടൈപ്പാണ്. പിന്നെ ടപ്പിൾ പ്രിൻ്റ് ചെയ്യുക, എന്തൊക്കെയാണ് പ്രിൻ്റ് ചെയ്യുക? ഹൈ പൈതൺ 2 എന്ന് പറഞ്ഞ 3 പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടപ്പിൾ സ്ലൈസിങ് ആണ്, പ്രിൻ്റ് 1:, അതായത് 1 കൊടുത്തു, പിന്നെ കോളനാണെന്ന് വാല്യൂ കൊടുത്തിട്ടില്ല, അപ്പോൾ അവിടെ 1ഉം പിന്നെ അങ്ങോട്ടുള്ളതും, അതായത് അവിടെ ഒരു എൻഡിങ് കൊടുക്കാത്തതുകൊണ്ട് പൈതണും അതിന് ശേഷമുള്ള വാല്യൂസാണ് കൊടുക്കുന്നത്. അപ്പോൾ പൈതൺ കോമ 2 രണ്ടും കൊടുത്തു. പിന്നെ അടുത്തത് പ്രിൻ്റ് ടപ്പിൾ 0:1, അതായത് 0 മുതൽ 1 വരെ ഉള്ളതാണ്. അപ്പോൾ 0th ലൊക്കേഷനിൽ ഹൈ ഉണ്ട്, പിന്നെ പൈതൺ ഉണ്ട്, അത് രണ്ടുമാണ് പ്രിൻ്റായി വരിക, മറ്റേത് വരില്ല കേട്ടോ. അത് ഹായ് ഒറ്റക്കാണോ എന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. 0:1 കൊടുക്കുമ്പോൾ ഓക്കെ, 0 ഇൻക്ലൂഡഡും ആയിരിക്കും, ആ ലാസ്റ്റ് കൊടുത്ത 1 എക്സ്ക്ലൂഡഡും ആയിരിക്കും, അതുകൊണ്ട് ഹൈ മാത്രമേ വരുള്ളൂ കേട്ടോ. പിന്നെ വരുന്ന ടപ്പിൾ കൺകാറ്റിനേഷൻ ആണ്, പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഹൈ പൈതൺ 2 എന്ന് വന്നു. പിന്നെ വരുന്നത് റിപ്പീറ്റേഷൻ ഓപ്പറാണ്, ടപ്പ് *3. അപ്പോൾ 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് വരും. ഹൈ പൈതൺ 2, ഹൈ പൈതൺ 2, ഹൈ പൈതൺ 2. പിന്നെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കേസ്, അതായത് നമ്മൾ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ടപ്പിളിൻ്റെ കേസിൽ അത് റീഡ് ഓൺലി ആണ്, അതുകൊണ്ട് നമുക്ക് പുതിയ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ലാസ്റ്റ് ഒരു എറർ വന്നത്, ടൈപ്പ് എറർ വന്നു. കാരണം എന്താണ്, നമ്മൾ T(2) ഹൈ എന്നൊരു വാല്യൂ ആഡ് ചെയ്യാൻ നോക്കി, അത് പോസിബിൾ അല്ല കേട്ടോ. അതാണ് ഇവിടെ താഴെ ഒരു എറർ വന്നത്. എന്താണ്, ട്രേസ് ബാക്ക് മോസ്റ്റ് റീസെൻറ്റ് കോൾ ലാസ്റ്റ് ഫയൽ മെയിൻ ലൈൻ 14 ഇൻ മൊഡ്യൂൾ T(2) = ഹൈ ടൈപ്പ് എറർ ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. ഐറ്റം അസൈൻമെൻറ്റ് എന്തായാലും ടപ്പിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാണ് എററായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ടപ്പിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ടപ്പിളിനെ കുറിച്ചും ലിസ്റ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. സീക്വൻസ് ടൈപ്പ് അങ്ങനെ ഫിനിഷായി. സീക്വൻസിൽ ആദ്യം സ്ട്രിങ് ഉണ്ട്, പിന്നെ ടപ്പിള്, പിന്നെ ലിസ്റ്റ്. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.